അപ്പോഴേ ഞാനും ആ വൈറലായിട്ടുള്ള ചോക്ലേറ്റ് കോണൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് നിറച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട കോണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഇതുപോലെ അങ്ങ് മുക്കിയെടുക്കുക. അപ്പോഴേക്കും ആ ചോക്ലേറ്റ് അങ്ങ് മെൽറ്റായി വന്നോളും. എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കോണിൻ്റെ ആകൃതിയിലാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് വേണം ഫ്രീസ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കണ്ടേ. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫ്രീസായി വന്ന ആ കോണിലേക്ക് നമുക്ക് ഈ ക്രീം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കോൺ ഉണ്ടാക്കാനുള്ള പണി വളരെ എളുപ്പമല്ലേ? എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ കോൺ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ കുട്ടികൾ ഭയങ്കര ത്രില്ലിലായിരിക്കും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.